ഇതിലുള്ളതിൽ ഏറ്റവും വലിയ ഇല ഇതാണ്. ആ ഇല നമുക്കൊന്നിട്ട് പറിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ ഔഷധ സസ്യമായ എന്താണ് നിൽക്കണമെന്ന് നോക്കൂ. നല്ല അടിപൊളി കൊടങ്ങലാണ് കേട്ടോ. ഇതിനെയെല്ലാം നമുക്ക് പറിച്ചെടുക്കാം. നമ്മൾ ഔഷധ സസ്യമായ കൊടങ്ങൽ എല്ലാവർക്കും അറിയാമല്ലോ. ഈ കൊടങ്ങൽ കൊണ്ട് നമുക്കൊന്നൊരു കുറുക്കുണ്ടാക്കാം. അതിനാവശ്യം കുറച്ച് കുടങ്ങൽ എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് അരിപ്പൊടി, പിന്നെ ശർക്കര പാനി കാച്ചി. ഇനി ആദ്യം ചെയ്യേണ്ടത് തേങ്ങയും കുടങ്ങലും അരച്ച് എടുത്തു. അരച്ചെടുത്ത കുടങ്ങലും തേങ്ങയിലോട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനായി നമുക്ക് കൊടുക്കാനായിട്ടൊരു പാത്രം എടുക്കാം. ഇവിടെ നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് അരിപ്പിൽ അരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ അരിക്കാത്തത് മിക്സെടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെവയും ആ ഒരു മണവും ഒന്നും നമുക്ക് കുറച്ചേ കിട്ടത്തുള്ളൂ. നമ്മൾ ഇതേപോലെ ഇലയും തേങ്ങയും കൂടെ ഗായ്സ് ഇതേപോലെ നല്ലവണ്ണം ആഡ് ചെയ്തെടുക്കണം. അരിപ്പൊടിയും കുടങ്ങലും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് നല്ലവണ്ണം എടുക്കണം. അതിലോട്ട് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗായ്സ് എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കുറുക്കിയെടുക്കാം. ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട്. ഗായ്സ് നമ്മുടെ കൊടങ്ങൽ കുറുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഗായ്സ് നമുക്ക് ഈ കുറുക്കിനെ വേണമെങ്കിൽ അലുവ പോലെ ആക്കിയെടുക്കാം. നമ്മൾ ഒരു ബൗളിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണയോ നെയ്യോ തേച്ചിട്ട് അതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് അത് തണുത്തതിന് ശേഷം നമുക്ക് ആ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് തട്ടിയെടുക്കുമ്പോഴേക്കും അത് സെറ്റായി അലുവ പോലെ നമുക്ക് എടുത്ത് കഴിക്കാം.